വല്ലാർപാടം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2008 ഫെബ്രുവരി 6-നാണ് 316 കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ടത്. മൂലമ്പള്ളി, ചേരാനല്ലൂർ, മുളവുകാട്, ഇടപ്പള്ളി, മഞ്ഞുമേൽ, കോതാട്, ഏലൂർ, കളമശ്ശേരി, വടുതല എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു കുടിയിറക്കൽ. യാതൊരു മാനദണ്ഡവും പാലിക്കാതെ VS സർക്കാർ നടപ്പാക്കിയ കുടിയിറക്കലിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് മൂലമ്പള്ളിയിൽ നടന്നത്. മഹാശ്വേതാദേവിയടക്കം സമരത്തിൽ പങ്കെടുത്തു. തുടർന്ന് കുടിയിറക്കപ്പെട്ട 316 കുടുംബങ്ങൾക്കും പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചു. എന്നാൽ 8 വർഷം കഴിയുമ്പോഴും പാക്കേജ് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയാണ്. 40 കുടുംബങ്ങൾക്ക് മാത്രമാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. യാതൊരു ബാധ്യതയില്ലാത്തതും സഞ്ചാരയോഗ്യമായും താമസയോഗ്യമായിട്ടുള്ള സ്ഥലം തരാമെന്നാണ് ഞങ്ങളോട് വാക്ക് പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് എഴുതി കിട്ടിയതാണ്. 2008 എടുത്തിട്ട് ഈ സമയം വരാതെ മുഴുവനായിട്ട് താമസയോഗ്യമാക്കിയിട്ടില്ല പല സ്ഥലത്തും. വീട് നിർമ്മിക്കുന്നതുവരെ വാടക നൽകാമെന്നായിരുന്നു പാക്കേജിന്റെ ഭാഗമായി VS സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ സർക്കാർ മാറി ഉമ്മൻചാണ്ടി സർക്കാർ എത്തിയപ്പോൾ ഇതും ഇല്ലാതായി. പുനരധിവാസ പാക്കേജിലെ അപാകതകളെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 8 വർഷമായി തങ്ങളോട് കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് വീണ്ടും ഒരു സമരത്തിന് തയ്യാറെടുക്കുകയാണ് മൂലമ്പള്ളിക്കാർ. ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി.